സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 34 മുതൽ 42 വരെയുള്ള തിരുവചന ഭാഗമാണ്. ഈ ഭാഗമാണ് നമ്മുടെ ഇന്നത്തെ ധ്യാന വിഷയം. ഏലിയ സ്ലീവ മൂശ കാലത്ത് 4-ാം ഞായറാഴ്ച സഭ ധ്യാനിക്കാൻ തരുന്ന സുവിശേഷ ഭാഗമാണിത്. ഈ ഭാഗം നമുക്ക് ആദ്യമേ ഒന്ന് വായിച്ചു തന്നെ തുടങ്ങാം. ഇങ്ങനെയാണ് ഈ ഭാഗം തുടങ്ങുന്നത്: ഭൂമിയിൽ സമാധാനമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. സമാധാനമല്ല, വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. എന്തെന്നാൽ ഒരുവനെ തൻ്റെ പിതാവിനെതിരായും മകളെ അമ്മായിയമ്മയ്ക്കെതിരായും മകളെ അമ്മയ്ക്കെതിരായും മരുമകളെ അമ്മായിയമ്മയ്ക്കെതിരെയും ഭിന്നിപ്പിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കും ഒരുവന്റെ ശത്രുക്കൾ. അങ്ങനെ ഈശോ പറഞ്ഞതിന് ശേഷം അവസാനം പറയുന്നു, നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. എന്നിട്ട് ഈ ഭാവം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഈ ചെറിയവരിൽ ഒരുവന് ശിഷ്യൻ എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഭാഗത്തിന്റെ ആരംഭത്തിൽ നമ്മൾ അത്ഭുതപ്പെടുന്നു. കാരണം സുവിശേഷത്തിന്റെ ഒരു തുടർച്ചയ്ക്ക് ചേർന്ന ഭാഗമല്ല ഇത് എന്ന് നമുക്ക് തോന്നിപ്പോകുന്നു. അതിന്റെ ഒരു ഒഴുക്കിന് ചേർന്ന ഭാഷയല്ല ഇതും എന്ന് നമുക്ക് തോന്നിപ്പോകുന്നു. കാരണം ഈശോ പറയുകയാണ്, ഭൂമി സമാധാനം കൊണ്ടുവരാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്, വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ഈ സുവിശേഷത്തെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ലാത്തവര്, ക്രൈസ്തവ ബോധ്യമില്ലാത്തവര്, അതുപോലെ അന്യമതസ്ഥരായിട്ടുള്ള തീവ്ര ചിന്തയുള്ളവര്, ഇങ്ങനെയുള്ളവർക്കെല്ലാം ദുർവ്യാഖ്യാനത്തിന് ഇടവരുത്താവുന്ന ഒരു ഭാഗം കൂടിയാണ്. അതുകൊണ്ട് നമ്മൾ വിശദമായിട്ട് തന്നെ ഈ ഭാഗത്തെക്കുറിച്ച് ധ്യാനിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈശോ ഇങ്ങനെ പറയുന്നത്? ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ അധ്യായത്തിന്റെ സവിശേഷത തന്നെ മനസ്സിലാക്കണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം മുഴുവൻ പ്രേക്ഷിത ദൗത്യത്തെക്കുറിച്ചുള്ള അധ്യായമാണ്. ശിഷ്യന്മാരെ സുവിശേഷം പ്രസംഗിക്കാനായിട്ട് അയക്കുന്നതിൻ്റെ ഒരു രംഗമാണ് നമ്മൾ കാണുന്നത്. അതിനുശേഷം ഈശോ അവരോട് പറയുന്നു, നിങ്ങൾക്ക് ഒരുപാട് പീഡനങ്ങൾ ഏൽക്കേണ്ടി വരും, നിങ്ങൾ നാടുവാഴികളുടെ മുമ്പിൽ ഹാജരാക്കപ്പെടും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, നിർഭയമായി സാക്ഷ്യം നൽകുവിൻ. അതിനു ശേഷമാണ് ഈ ഭാഗം പറയുന്നത്. ഇവിടെ ഈശോ വിശദീകരിക്കുന്നത് എന്തുകൊണ്ടാണ് മറ്റുള്ളവര് നിങ്ങളെ എതിർക്കുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പീഡനം ഏൽക്കേണ്ടി വരുന്നത്. അതിന് അടിസ്ഥാനപരമായ കാര്യം ഈ സുവിശേഷത്തിന്റെ സ്വഭാവം തന്നെയാണ്. ഈ സുവിശേഷത്തിന്റെ സ്വഭാവം കാരണമാണ് മറ്റുള്ളവർ നിങ്ങളെ എതിർക്കുന്നത്, നിങ്ങൾ നാടുവാഴിയുടെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്നു. എന്താണ് ഈ സുവിശേഷത്തിന്റെ സ്വഭാവം? ഈ സുവിശേഷം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ നല്ല വിശേഷമാണല്ലോ. ആർക്കാണ് ഈ നല്ല വിശേഷം ഉണ്ടായത്? നല്ല വിശേഷം ഉണ്ടായത് നിസ്സഹായരായവര്, രോഗികളായവര്, ദരിദ്രരായവര്, സമൂഹം പിന്തള്ളിയവര്, പാപികളായവര്, ഇവർക്കൊക്കെയാണ് നല്ല വിശേഷം ഉണ്ടായത്. അത് തന്നെയാണ് ഈ സുവിശേഷത്തിന്റെ ഭിന്നതയുടെ അടിസ്ഥാനവും. അതുകൊണ്ട് തന്നെയാണ് നാടുവാഴികളും പ്രമാണികളും ഒക്കെ സുവിശേഷത്തെ എതിർത്തത്. അത് ഓർക്കുക, ആ കാലത്തിന്റെ ക്രമത്തിൽ പാപികളായവർക്ക് പിന്നീട് ഒരു തിരിച്ചുവരവില്ലായിരുന്നു. അവർ കഠിനമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമായിരുന്നു. ചെറിയ കാര്യത്തിന് പോലും ഒരുപക്ഷെ വധിക്കപ്പെടുമായിരുന്നു. തിരിച്ചുവരവുകളില്ല. ആ സമയത്താണ് ഈശോ ധൂർത്തപുത്രന്റെ ഉപമ പറഞ്ഞിട്ട് പശ്ചാത്തപിക്കുന്നവന് തിരിച്ചുവരവുണ്ടെന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം ഇതാണ്: അന്നത്തെ ദൈവസങ്കല്പം മുഴുവൻ ദൈവം പ്രതാപവാനാണ്, ദൈവം അധികാരിയാണ്, അങ്ങനെയൊക്കെയാണ്. ഈശോയാണ് സാക്ഷാൽ ദൈവം തമ്പുരാൻ, ദൈവത്തിന്റെ പുത്രൻ വന്നിട്ടാണ് ദൈവം സ്നേഹമുള്ള പിതാവാണ് എന്ന് പറഞ്ഞത്, ക്ഷമിക്കുന്നവനാണ് എന്ന് പറഞ്ഞത്. അതുകൂടാതെ അങ്ങേയറ്റത്തേക്ക് എന്നിട്ട് ഒരു മതത്തിലും മറ്റൊരു സ്ഥലത്തും കാണാത്ത കാര്യം ഈശോ പറഞ്ഞു, ദൈവം നിന്റെ സുഹൃത്താണ്. അതുകൊണ്ട് ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങളെ ദാസരെന്ന് വിളിക്കുകയില്ല, ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു, പിതാവ് ചെയ്യുന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. അപ്പോ ഈശോ ദൈവം തമ്പുരാൻ നമ്മുടെ സ്നേഹിതനാണ് എന്നുള്ളതാണ് ഈ സുവിശേഷത്തിന്റെ ഏറ്റവും വലിയത്. അതാണ് ഏറ്റവും വലിയ ഉറപ്പ്, ഏറ്റവും വലിയ ആശ്രയത്വം. ദൈവം എൻ്റെ സുഹൃത്താണ്, ഗോഡ് ഈസ് മൈ ഫ്രണ്ട്. അതാണ് ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്. മറ്റുള്ളവിടത്ത് കാണുന്ന ദൈവ സങ്കല്പമല്ല, ബിംബമല്ല. അതിന്ന് പലപ്പോഴും നമ്മുടെ ധ്യാന ഗുരുക്കന്മാർക്കൊന്നും വിശദീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത കാര്യമാണ്.
നോക്കുക, ഈ നമ്മുടെ യുവജനങ്ങളൊക്കെ ഒരുപക്ഷെ സഭയിൽ നിന്നൊക്കെ അകന്നു നിൽക്കുന്ന ഒക്കെ കാര്യം ഇതാണ് നമ്മൾ യഥാർത്ഥത്തിൽ പറയേണ്ടത്. ഗോഡ് ഈസ് യുവർ ഫ്രണ്ട്. അതാണ് പോപ്പ് ഫ്രാൻസിസ് പാപ്പ ക്രിസ്തുസ് യൂത്ത് യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള അപ്പസ്തോല ആഹ്വാനത്തിൽ പറയും, വേർ എവർ യു ഗോ, ഈവൻ ഇഫ് യു ഗോ എസ്ട്രേ ഫ്രം ഹിം, ഹി ലവ്സ് യു, ഹി എംബ്രേസസ് യു. അപ്പൊ അതാണ് ഈ സുവിശേഷത്തിന്റെ കാതൽ എന്ന് പറയും. ഈ സ്വഭാവമാണ് ഈ ഭിന്നത ഉണ്ടാക്കിയത്. ഈ സുവിശേഷം അന്നത്തെ ആളുകൾക്ക് ഗ്രഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല. അതാണ് ഭിന്നത ഉണ്ടായത്. രോഗികള് ഭാഗ്യവാന്മാരെന്ന് പറയും, ദരിദ്രൻ നിങ്ങൾ ഭാഗ്യവാന്മാരെന്ന് പറഞ്ഞത്. അന്നത്തെ കാലഘട്ടത്തിൽ ദരിദ്രനായിരിക്കുന്നു എന്ന് പറയുന്നത് അത് ദൈവം അങ്ങനെ ആക്കിയിരിക്കുന്നതാണ്. കാരണം അവർക്ക് ശാപത്തിൽപ്പെട്ടവരാണ്, ദൈവം ശിക്ഷിച്ചിരിക്കുന്നവരാ എന്നൊക്കെയായിരുന്നു വിചാരം. അപ്പോഴാണ് പറയുന്നത് ദരിദ്രർ ദൈവത്തിന്റെ കൃപാകടാക്ഷം നേടിയവരാണ്. ലാസറിന്റെ ദൈവത്തിന്റെ മടിയിലിരിക്കുന്ന ലാസറിനെ കുറിച്ച് പറയുന്നു. ചുങ്കക്കാരൻ ഫരിസേയനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി എന്ന് പറയുന്നു. ഇതൊക്കെ ആർക്കാണ് ഇഷ്ടപ്പെടുന്നത്? ഇതൊക്കെയാണ് ഭിന്നത ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈശോ ഇവിടെ പറഞ്ഞ കാര്യം, മകൾ അമ്മയ്ക്കെതിരെ തിരിയും, മരുമകൾ അമ്മായിയമ്മയ്ക്കെതിരെ തിരിയും എന്നൊക്കെ പറഞ്ഞത് ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ നടന്ന കാര്യമാണ്. ഒരേ കുടുംബത്തിൽ തന്നെ ഈശോയിൽ വിശ്വസിക്കുന്നവരും യഹൂദ വിശ്വാസികളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെയെല്ലാം എതിർത്തിരുന്നു. ഈ സുവിശേഷത്തിന്റെ നല്ല വിശേഷത്തിന്റെ പ്രത്യേകത കാരണം അതിനെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് എതിർത്തിരുന്നു. അപ്പോൾ അതാണ് ഈശോ പറയാൻ, വാളെന്ന് പറയുന്നത് ഭിന്നതയുടെ പ്രതീകമാണ്. അല്ലാതെ അത് അക്ഷരാർത്ഥത്തിൽ മറ്റുള്ളൊരു ചിലരൊക്കെ വ്യാഖ്യാനിക്കുന്ന പോലെ വാളല്ല, വാള് കൊണ്ടുവരുന്നതല്ല. അത് ഭിന്നതയുടെ അടയാളത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഈശോ അത് പറയുന്നുള്ളത്. പിന്നീട് നമ്മൾ ഈ സുവിശേഷത്തിനെ കാണുന്നുണ്ടല്ലോ. ഒരു സ്ഥലത്ത് യോഹന്നാൻ സുവിശേഷം 9-ാം അധ്യായത്തിൽ ഈശോ ഒരന്ധനെ സുഖപ്പെടുത്തി കഴിഞ്ഞിട്ട് സംഭവിക്കുന്നത്, അവനെ സിനഗോഗിൽ നിന്ന് പുറത്താക്കിയവര്. അതിനുശേഷം അപ്പനോടും അമ്മയോടും ചോദിക്കുകയാണ്, ഇവൻ നിന്റെ മകനാണോ, എങ്ങനെയാണ് ഇവൻ സുഖപ്പെട്ടത് എന്ന് ചോദിക്കുമ്പോൾ അവർ തള്ളിപ്പറയാണ്. കാരണം അവരും പുറത്താകുമെന്നുള്ള ഭീതി കാരണം. അപ്പോൾ ഈ ഭിന്നത എല്ലാം ആദിമ കാലത്ത് ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ് ഈശോ ഇവിടെ പറയുന്നത്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഇതിന്റെ രണ്ടാം വശത്ത് നമ്മൾ ഓർക്കുക, ഈ ഭിന്നതയാണ് ലോകത്തെ, ഈ സുവിശേഷത്തിന്റെ പ്രത്യേകതയാണ് ലോകത്തെ ഇന്ന് നമുക്ക് ജീവിക്കാൻ കൊള്ളാവുന്ന നാടാക്കി മാറ്റിയിരിക്കുന്നത്. ഉച്ചനീചത്വങ്ങളെല്ലാം മാറ്റിയത്. കേരളത്തിൽ പോലും ഉണ്ടായ സാമൂഹ്യ നവോത്ഥാനത്തിന് ഇവിടെ ക്രൈസ്തവ മൂല്യങ്ങളാണല്ലോ അതിന് കാരണമായത്. ഇന്ത്യയിൽ തന്നെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ ക്രൈസ്തവ മിഷണറിമാരൊക്കെ വന്നിട്ടും വരുത്തിയ മാറ്റമാണ് വിദ്യാഭ്യാസ വിപ്ലവം ഒക്കെ. അങ്ങനെ ഇവിടുത്തെ സാക്ഷരതാ നിലവാരം തന്നെ മാറുന്നു, അതിന്റെ പേഴ്സൻറ്റേജ് മാറുന്നു. കോളേജുകളിൽ നേരത്തെ 1901 കാലഘട്ടത്തിലൊക്കെ ഇന്ത്യയിൽ സ്ത്രീ സാക്ഷരതയുടെ ശതമാനം എന്ന് പറയുന്നത് 1% തന്നെ താഴെയായിരുന്നു. വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള കോത്താരി കമ്മീഷനിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ സുവിശേഷത്തിന്റെ ഒരു സാമൂഹിക വ്യാഖ്യാനം നടത്തുമ്പോൾ ഇതെല്ലാം നമ്മൾ ചേർത്ത് തന്നെ പറയേണ്ടതാണെന്ന് തോന്നുന്നു. അപ്പോ പിന്നീട് ഈ മിഷണറിമാരുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇതെല്ലാം മാറി വരുന്നത്. അപ്പൊ സുവിശേഷ മൂല്യങ്ങൾ ലോകത്തെ മുഴുവൻ വളരെ വലിയ രീതിയിൽ മാറ്റുകയാണ്, മനുഷ്യ മഹത്വം പ്രഘോഷിക്കുകയാണ്. അതാണ് ഈ ഭാഗത്ത് ഈശോ പറയുന്നത്. ഈ ഭിന്നതകളൊക്കെ ആദ്യം ഈ ഭിന്നതകളെല്ലാം ഉണ്ടാവും എന്ന് ഈശോ പറയുന്നത്. പിന്നീട് നമ്മൾ പ്രിയപ്പെട്ടവരെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഓർക്കുക. അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ ആ ഭാഗത്താണ് നമ്മൾ ഓർക്കുന്നത്. അവിടെ പറയുന്ന, ഒരു പാത്രം വെള്ളം ഈ ചെറിയവരിൽ ഒരുവന് കൊടുക്കുന്നവന് സത്യമായ പ്രതിഫലം ഉണ്ടാവും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ക്രൈസ്തവന്റെ സാമൂഹിക പ്രവർത്തനത്തെ മറ്റുള്ളതൊന്നുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതിനെ മാറ്റി നമ്മൾ കമ്പയർ ചെയ്യേണ്ടതാണ്. ഈശോ ഇവിടെ പറയുന്നത്, നോക്കുക, നമ്മൾ ചെയ്യുന്ന ചാരിറ്റി എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഈശോ മാത്രമാണ് പറഞ്ഞത്, ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് പറഞ്ഞ്. നമ്മൾ മറ്റൊരാളെ സഹായിക്കുമ്പോൾ ദൈവത്തെയാണ് സഹായിക്കുന്നത് ഈശോ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, മറ്റാരും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രൈസ്തവന്റെ കാരുണ്യ പ്രവൃത്തിയും ചാരിറ്റി എന്നൊക്കെ പറയുന്നത്, പ്രിയപ്പെട്ടവരെ, മറ്റു ഒരു മതസംഘടനകളുമായിട്ടോ ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളായിട്ടോ താരതമ്യപ്പെടാൻ പറ്റാത്ത സമാനതകളില്ലാത്ത പ്രവർത്തനമാണ്. അതാണല്ലോ ലോകത്ത് ചാരിറ്റി. ഈ സുവിശേഷത്തിന്റെ കാമ്പാണ് ഈ ചാരിറ്റി എന്ന് പറയുന്നത്, ചാരിറ്റി പ്രവർത്തനം, കാരുണ്യ പ്രവർത്തനം. അത് അങ്ങനെയാണല്ലോ നമ്മൾ ലോകത്ത് ആതുര പ്രവർത്തനങ്ങളെല്ലാം വരുന്നത്. അത് ഇന്നും നമ്മൾ ഒരുപാട് വർഗീയത മൂത്ത സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ എല്ലായിടത്തും
ഇന്നും ഇംഗ്ലീഷ് മരുന്നുകളുടെ സ്ഥലത്തും ആശുപത്രികളിലും ലോകം മുഴുവനുള്ള ആതുര സേവനത്തിന്റെ രംഗത്തൊക്കെ കുരിശ് അടയാളമാണല്ലോ നമ്മൾ കാണുന്നത്, അതിന്റെ സിമ്പലായിട്ട്. ആ സിമ്പല്, സുവിശേഷത്തിൽ നിന്ന് വന്ന ആ സിമ്പല് പിന്നീട് സെക്കുലറൈസ് ചെയ്യപ്പെട്ട് അങ്ങനെ പ്രതീകമായിട്ട് അങ്ങനെ നിൽക്കുന്നു. ചിലയിടത്ത് അതിനെ വർഗീയവൽക്കരിച്ച് അത് ആ സിമ്പല് കുരിശ് മാറ്റുന്നുണ്ട്. ആംബുലൻസുകളിൽ നിന്ന് പോലും അതിപ്പോൾ മാറ്റുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഡോക്ടർമാരുടെ സിമ്പല് ഇപ്പോഴും ഇന്ത്യ IMAയുടെ ഇത് ഡോക്ടർ എന്നുള്ള ആ കുരിശ് സിമ്പൽ അവർ നിലനിർത്തുന്നുണ്ടല്ലോ. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ കാരുണ്യ പ്രവർത്തികളുടെ ഈ വ്യതിരക്തതയും നമ്മുടെ യുവതലമുറ ഉൾപ്പെടെയുള്ളവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്, നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ വെറുതെ ഒരു സാമൂഹിക സേവനം ചെയ്യുന്നതല്ല. നമ്മുടെ കാരുണ്യ പ്രവർത്തനം നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണ്. അതാണ് നമ്മുടെ സ്വർഗരാജ്യത്തിലേക്കുള്ള നമ്മുടെ എൻട്രി പാസ്. നമ്മുടെ കാരുണ്യ പ്രവർത്തനങ്ങളാണ്, ചാരിറ്റിയാണ്. ഞാൻ ഓർക്കുന്ന ഒരു കഥയോടുകൂടി അവസാനിപ്പിക്കാം. ഓർക്കുന്നത്, ഒരുപക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഏതോ സമയത്ത് ഈ സുവിശേഷ വ്യാഖ്യാനത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എന്ന് ഞാൻ ഓർക്കുന്നു. എങ്കിലും ഇതിനോട് ചേർന്നിട്ട് അതൊന്നുകൂടെ ഓർമ്മിക്കുന്നത് നല്ലതാണ്. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം എന്ന പോലെയാണത്. ഒരുപക്ഷെ യൂറോപ്പിലോ മറ്റെവിടെയോ നടന്നതായിരിക്കാം. ഒരു ബാലൻ, അവന് ജീവസന്ധാരണത്തിന് വേണ്ടി അവൻ ചൂല് വിറ്റ് നടക്കുകയാണ്. അന്ന് അവനിങ്ങനെ ചൂല് വിറ്റത് ആരും അത് വാങ്ങിയില്ല. അവന് കലശലായ വിശപ്പും ദാഹവും ഉണ്ടായി. പക്ഷെ അവന്റെ ദുരഭിമാനം അവനെ ഒരു സ്ഥലത്തു നിന്ന് എന്തെങ്കിലും ചോദിക്കാനായിട്ട് അനുവദിച്ചില്ല. അവനൊരു വീടിന്റെ പടിക്ക് ചെന്നിട്ട് അവൻ ചൂല് ചോദിക്കുമ്പോൾ ആ വീട്ടിൽ ഉടമസ്ഥയ്ക്ക് ചൂലിന്റെ ആവശ്യമില്ല. പക്ഷെ ഇവന്റെ മുഖവും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ആ വീട്ടുടമസ്ഥ പറഞ്ഞു, മോനെ എന്തെങ്കിലും കുടിക്കാൻ വേണോ? അപ്പൊ അങ്ങനെ വന്നപ്പോൾ അവന് ആ ദുരഭിമാനത്തിൽ നിന്ന് അവൻ അല്പം ഏതാണ്ട് പറഞ്ഞു, ഒരു ഗ്ലാസ് വെള്ളം മതി അമ്മേ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അമ്മയ്ക്ക് കാര്യം മനസ്സിലായി. അതുകൊണ്ട് തന്നെ അമ്മ അകത്ത് കയറിയിട്ട് ചെന്നിട്ട് ഒരു ഗ്ലാസ് പാല് ഇവന് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അവന് കരയാൻ തോന്നി. അവൻ ആ പാല് കുടിച്ചു. വർഷങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം ഈ അമ്മ ആശുപത്രിയിൽ അഡ്മിറ്റായി. വലിയ കലശലായ രോഗമായിരുന്നു. അതിന്റെ ബില്ല് അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വരുമ്പോൾ ഭീമമായ ഒരു ബില്ലാണ്. തന്റെ ആഭരണങ്ങളൊക്കെ വിറ്റ് ഈ ബില്ലടയ്ക്കാമെന്ന് കരുതുന്ന സമയത്ത് അവിടെ ആ കൗണ്ടറിലുള്ള ആള് പറയാണ്, അമ്മേ ഈ ബില്ലെല്ലാം ഒരാൾ അടച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അത്ഭുതപരമായിട്ട് നോക്കുമ്പോൾ പറയാണ്, അത് ഒരു ഡോക്ടറാണ് അടച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കുമ്പോൾ ഉണ്ട്, അതിലെഴുതിയിരിക്കുന്നു, ഒരു ഗ്ലാസ് പാലിന്റെ തിരിച്ച് അടവ്. ആ പയ്യൻ കാലങ്ങൾക്ക് ശേഷം ഡോക്ടറായിട്ട് മാറി. ഡോക്ടർ വില്യംസ് എന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചെയ്യുന്ന ഓരോ ചെറിയ പ്രവൃത്തിക്കും, ഓരോ കാരുണ്യ പ്രവൃത്തിക്കും സത്യമായും പ്രതിഫലം ഉണ്ടാവും എന്ന് ഈശോ പറയുകയാണ്. ഇതാണ് ഈ സുവിശേഷ ഭാഗത്തിന്റെ അവസാനം. ഈശോ നമ്മെ അനുഗ്രഹിക്കുന്നു. Subscribe now and press the bell icon. Never miss an update.